ഈ വാച്ച് ടൈം ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും. 3000 മണിക്കൂറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. 3000 മണിക്കൂർ വാച്ച് ടൈം ഓൾറെഡി ഈ ഒറ്റൊരു വീഡിയോക്ക് പെർ വീഡിയോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ എന്ത് ട്രിക്കാണ് യൂസ് ചെയ്തതെന്നും ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതുപോലെ വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമാവും ഞാൻ എങ്ങനെയാണ് ഈ വ്യൂസ് കൊണ്ടുവന്നത്, ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വ്യൂസ് വന്നത്. 3 വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്സാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇതെൻ്റെ ഒരു ചാനലാണ്. ഈ ചാനലിൽ നിങ്ങൾ ഇതിൻ്റെ വ്യൂസ് നോക്കുക. ഈ വ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റും. 87K ഓക്കെ 87K വ്യൂസാണ് ഓൾറെഡി വന്നിട്ടുള്ളത്. അതിനായിട്ട് മുമ്പത്തെ വ്യൂസും 3.2K, അതിനായിട്ട് മുമ്പത്തെ വ്യൂസ് 23 വ്യൂസ്, പിന്നെ 128 വ്യൂസേ ഉള്ളൂ. ഇപ്പോൾ 1.6K. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി വ്യൂസ് വന്നുകൊണ്ടായിരുന്നു, വ്യൂസ് തീരെ വരുന്നില്ലായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത്, ഞാനൊരു വീഡിയോ ഇട്ട്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഓൾറെഡി ഇത് എൻ്റെ വീഡിയോസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ വീഡിയോ പ്ലേ ചെയ്ത് ഇത് ഓൾറെഡി ഞാൻ റിയാക്ഷൻ വീഡിയോ എൻ്റെ ചാനലിലുള്ള വീഡിയോസാണ്. ഈ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെൻ്റെ വീഡിയോസാണ്. ഓക്കെ, നോർമൽ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആഡ്സെൻസ് വരുന്നുണ്ട്. ആഡ്സെൻസ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഓൾറെഡി സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ വീഡിയോസാണ്. ഓക്കെ, ഓൾറെഡി ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെൻ്റെ വീഡിയോസാണ്. ഞാൻ ഓൾറെഡി തരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ 3.2K വ്യൂസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇത് വ്യൂസ് കുറവായിട്ട് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വ്യൂസ് വന്നാൽ പോരാ, എൻ്റെ ഒരു വീഡിയോക്ക് അതിനായിട്ട് കൂടുതൽ വ്യൂസ് വരണം എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ചെറിയൊരു സിമ്പിൾ ട്രിക്കാണ് യൂസ് ചെയ്തത്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതിന് ശേഷമാണ് ഈ വ്യൂസ് വന്നത്. അതിനുശേഷം ലാസ്റ്റ് ഇട്ട വീഡിയോസിൻ്റെ വ്യൂസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോസിൻ്റെ വ്യൂസ് ഓൾറെഡി ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ വ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ 88K വ്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, 88K വ്യൂസ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ 88K.9. ഓക്കെ, ഇത് എന്തായാലും ഒരു 2-3 ദിവസം കൊണ്ട് ഓൾറെഡി ഞങ്ങൾക്ക് 1 lakh വ്യൂസ് വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഓക്കെ, 1 lakh എന്തായാലും വ്യൂസ് വരാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വീഡിയോ അപ്ലോഡ് ചെയ്തത് എപ്പോൾ ഞാൻ കാണിച്ചു തരാം. വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 ദിവസം, വെറും 3 ദിവസം കൊണ്ട്, 3 ദിവസവും 17 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ആ വീഡിയോക്കാണ് വന്നത് ഓൾറെഡി 89K. ഓക്കെ, 89K ഓൾറെഡി വന്നിട്ടുണ്ട്. 1 ലക്ഷത്തിലേക്ക് കടക്കാൻ പോവാണ്. ട്രെൻഡിങ് 1 ടോപ്പിൽ വന്നിട്ടുണ്ട്. ട്രെൻഡിങ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. ട്രെൻഡിങ് റാങ്കിങ് നമ്പർ 1 വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ റേറ്റിംഗ് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. വ്യൂസ് ജസ്റ്റ് ഒന്ന് വ്യൂസ് വാച്ചിങ് അവേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട് 8.5. ഇത് ജസ്റ്റ് ഒരു മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 89K ആവും. ഇതിൻ്റെ വാച്ചിങ് അവേഴ്സ് നിങ്ങളിവിടെ കണ്ടാൽ മനസ്സിലാവും. 3000 മണിക്കൂറാണ് ഒരു വീഡിയോക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വീഡിയോക്ക് 3000 മണിക്കൂർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടി ആ വീഡിയോ 1,20,000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ 4000 വാച്ച് ടൈം ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ വാച്ച് ടൈം ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും. 3000 മണിക്കൂറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. 3000 മണിക്കൂർ വാച്ച് ടൈം ഓൾറെഡി ഈ ഒറ്റൊരു വീഡിയോക്ക് പെർ വീഡിയോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ എന്ത് ട്രിക്കാണ് യൂസ് ചെയ്തതെന്നും ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതുപോലെ വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമാവും ഞാൻ എങ്ങനെയാണ് ഈ വ്യൂസ് കൊണ്ടുവന്നത്, ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വ്യൂസ് വന്നത്. 3K. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ കുറേ സബ്സ്ക്രൈബർ ഉണ്ട്. സബ്സ്ക്രൈബർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സബ്സ്ക്രൈബർ എത്ര സബ്സ്ക്രൈബർ ഉണ്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ചാനൽ തന്നെയാണ്, എനിക്ക് പേടിയൊന്നുമില്ല കാണിക്കുന്നതിന്, ഒരു പ്രശ്നവുമില്ല കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സബ്സ്ക്രൈബർ എത്ര സബ്സ്ക്രൈബർ ഉള്ളത്? വെറും 4000 സബ്സ്ക്രൈബർ ഉള്ളൂ കേട്ടോ. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം സബ്സ്ക്രൈബർ ഇല്ല. 1 ലക്ഷം 2 ലക്ഷം 3000 സബ്സ്ക്രൈബർ ഉള്ള ചാനലിന് വരെ വ്യൂസ് വരുന്നത് 3.K 2K 3K 10K മിനിമം 10Kൻ്റെ ഉള്ളിലാണ് ഓൾറെഡി വ്യൂസ് വരുന്നുള്ളത്. 1 ലക്ഷം വ്യൂസ് എല്ലാം പോകുന്ന ആളുണ്ട്, പക്ഷെ അത് 5 ലക്ഷം 6 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാരാണ്. വെറും 4000 സബ്സ്ക്രൈബർ വെച്ചിട്ടാണ് ഞാൻ 1 ലക്ഷം വ്യൂസ് ഓരോ വീഡിയോക്ക് കിട്ടുന്നുള്ളത്. ഈ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ, പെർ വീഡിയോ ഒരു വീഡിയോ മാത്രമല്ല, ഞാൻ ഇനി മുമ്പ് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുള്ള് വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണ് ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഒരു വീഡിയോ കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടാമതും ട്രിക്ക് യൂസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി തംബ്നെയിൽ എൻ്റെ ഫോട്ടോസ് ഒന്നും കൊടുക്കില്ല കേട്ടോ. അതിൽ ഏകദേശം ഓരോ 2 വീഡിയോക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇനി ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോക്ക് ഓൾറെഡി ഞാൻ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് തംബ്നെയിൽ കൊടുത്തതാണെങ്കിലോ, തംബ്നെയിൽ കൊടുത്തതാണെങ്കിൽ 28 വ്യൂസേ വന്നിട്ടുള്ളൂ, 128 വ്യൂസേ വന്നിട്ടുള്ളൂ. പക്ഷേ എൻ്റെ തംബ്നെയിൽ എൻ്റെ ഫോട്ടോ കൊടുക്കാത്ത വീഡിയോക്ക് ഓൾറെഡി 1.16K 69K 12K എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് നമ്മളെ വീഡിയോസ് എങ്ങനെയാണോ റീച്ച് വരുന്നത് അതിനനുസരിച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഫോട്ടോ വെക്കണം. നമുക്കൊരു വാശി ഉണ്ടാവാൻ പാടില്ല. യൂട്യൂബിൽ നമുക്ക് വാശി പിടിച്ച് നമ്മളെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാകത്തില്ല. ആൾക്കാർക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഞാൻ ഓൾറെഡി എന്താണ് തംബ്നെയിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് കൂടാണ്ട് ഇവിടെ വ്യൂസ് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 18K 19K 20K ഓൾറെഡി ഇത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ട്രിക്ക് യൂസ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിന് വേണ്ടിയിട്ട് എവിടെ പോകേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അതിന് ആദ്യം പോകേണ്ടത് നമ്മൾ യൂട്യൂബ്, ഞാൻ ഓൾറെഡി നോർമൽ യൂട്യൂബിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ ഓൾറെഡി സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. വക്കൂട്യൂബ് ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തെടുത്ത്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഓപ്പൺ ആക്കുമ്പോൾ കാണാൻ പറ്റും. സബ്സ്ക്രൈബർ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വക്കൂട്യൂബ്. അതിന് ശേഷം 2 മില്യൺ വ്യൂസ് 1 hour ago എന്ന് കാണിക്കുന്നുണ്ടാവും. ഇതെന്ത് കാണിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ചാനലിൻ്റെ പേരിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്തതുകൊണ്ടാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതിന് ശേഷം നിങ്ങളിവിടെ നമ്മൾ ഇപ്പോൾ എന്തൊരു വീഡിയോ ചാനലാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുക എന്താണ്, നമ്മൾ ആദ്യം നോക്കുക അതിൻ്റെ ടൈറ്റിൽ നോക്കും. ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടൈറ്റിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്താണ് ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ താഴത്ത് വ്യൂസ് എത്ര കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കും. എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, ഈ ചാനലിൽ എത്ര വ്യൂസ് വന്നിട്ടുണ്ട് നോക്കും. ആ വ്യൂസാണ് ഇവിടെ നിങ്ങൾ കാണിക്കുന്നുള്ളത്. വക്ക് 2 മില്യൺ വ്യൂസ് 1 hour ago എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഈ ട്രിക്ക് യൂസ് ചെയ്ത് അതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ചാനൽ വേറൊരാൾക്ക് വീഡിയോസ് പോകുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ വ്യൂസ് ഫേക്കായിട്ട് കാണിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വ്യൂസ് ഞാൻ കാണിച്ചല്ലോ 88K. ഓക്കെ, 88K ആണ് ഓൾറെഡി ഈ ഇതേ തംബ്നെയിലുള്ള വീഡിയോസ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ബാക്ക് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഒറിജിനൽ വ്യൂസ് എത്രയാണ്. ഒറിജിനൽ വ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട് 87K. ഓക്കെ, 87K ആണ് ഒറിജിനൽ വ്യൂസ്. ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കുന്ന വ്യൂസ് ആണോ, ഇവിടെ കാണിക്കുന്ന വ്യൂസ് ആണെങ്കിൽ ഫേക്ക് വ്യൂസ് ആണ്. ഓക്കെ, ഇത് ഫേക്ക് ആയിട്ടുള്ള വ്യൂസ് ആണ്, ഇത് ഒറിജിനൽ വ്യൂസ് അല്ല. ഇവിടെ 2 മില്യൺ വ്യൂസ് എനിക്ക് ഒരു വീഡിയോക്ക് പോലും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ 2 മില്യൺ കാണിച്ചിട്ട് നമുക്ക് 1 ലക്ഷം വ്യൂസ് വലിക്കാനുള്ള ഒരു ട്രിക്കാണിത്. ഈ ട്രിക്ക് ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര വ്യൂസ് ഇല്ലാത്ത വീഡിയോ വേണമെങ്കിലും, ഞാനിത് കുറച്ച് ആൾക്കാർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിലും കുറേ ആൾക്കാർ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ വീഡിയോയിലും കൂടുതൽ കണ്ടിട്ട് ആൾക്കാർ അതുപോലെ ചെയ്തിട്ട് അവർക്ക് സബ്സ്ക്രൈബറൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യമാണ്. എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഓൾറെഡി പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ ഏത് വീഡിയോ എടുത്താലും, ഈ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ, ഏത് വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 മില്യൺ വ്യൂസ് 1 hour ago എന്ന് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഏത് വീഡിയോ എടുത്ത് നോക്കും, എൻ്റെ വീഡിയോ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഇവിടെ കാണിക്കുന്നുണ്ടാവും 2 മില്യൺ വ്യൂസ് 1 hour ago. ഓക്കെ, ഈ വീഡിയോക്കും അത്ര വ്യൂസ് ഇല്ല. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എത്ര വ്യൂസ് ഉണ്ടെന്ന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും 23K വ്യൂസ് ഉള്ളൂ. 23K വ്യൂസ് 3 മാസം മുന്നെയാണ്. പക്ഷേ ഇതെപ്പോൾ എടുത്ത് ഓപ്പൺ ആയിട്ട് നോക്കിയാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്കിത് 2 മില്യൺ പോയിൻ്റ് വ്യൂസ് കാണിക്കുന്നുണ്ടാവും. അതിന് താഴത്ത് ജസ്റ്റ് ഒന്ന് വേറെ വീഡിയോ എടുത്ത് നോക്കാം, എൻ്റെ തന്നെ വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 മില്യൺ വ്യൂസ് 11 hour ago. ഓക്കെ, 11 hour ago എന്ന് വെച്ചാൽ 12 മണിക്കൂർ ആയിട്ടില്ല. അതിനായിട്ട് മുന്നേ ഓൾറെഡി എത്ര വ്യൂസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ വ്യൂസ് ഇതിൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. 26K വ്യൂസ് എന്ന് ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇവിടെ 26K എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറിജിനൽ വ്യൂസ്. പക്ഷെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതാണ് കാണിക്കുന്നത് 2 മില്യൺ വ്യൂസ്.
ഓക്കെ. അപ്പോൾ ജസ്റ്റ് എന്തായാലും എങ്ങനത്തെ ആൾക്കാരും ഇത്രയെല്ലാം വ്യൂസ് കിട്ടിയ വീഡിയോസാണ് എന്താണ് ഇത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് ഫേക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് മാത്രം ഇട്ടാൽ പോരാട്ടോ, നിങ്ങളെ വീഡിയോസ് ഇടുന്ന സമയത്തും വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ഇടണം. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ മിനിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, കറക്റ്റായിട്ട് മനസ്സിലാവും. വെറും 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ. വീഡിയോ 2 മിനിറ്റേ ഉള്ളൂ. വെറും 2 മിനിറ്റിൻ്റെ വീഡിയോസ്, 2 മിനിറ്റും 18 സെക്കൻഡിൻ്റെ വീഡിയോസേ ഉള്ളൂ ആ വീഡിയോസ്. വേറൊരു വീഡിയോസ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസ് വേണമെങ്കിൽ എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 5 മിനിറ്റേ ഉള്ളൂ, വെറും 5 മിനിറ്റ്. 10 മിനിറ്റോ അരമണിക്കൂറൊന്നുമില്ല, വെറും 5 മിനിറ്റുള്ള വീഡിയോക്കാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. എത്ര വ്യൂസ് വാച്ചിങ് അവേഴ്സ് കിട്ടിയത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടല്ലോ, 5 മിനിറ്റുള്ള വീഡിയോസ്. ഓക്കെ, 5 മിനിറ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് മിനി വീഡിയോസ് ഇടാം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. 5 മിനിറ്റുള്ള വീഡിയോസ് ഇട്ടിട്ടുള്ള 5 മിനിറ്റുള്ള വീഡിയോസ് ഒന്ന് 3 സെക്കൻഡ് ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ഓൾറെഡി റെക്കമെൻഡേഷൻ ചെയ്യും. റെക്കമെൻഡേഷൻ ചെയ്യുന്ന സമയത്ത് പിന്നെ കുറച്ച് സെക്കൻഡേ ഉള്ളൂ, അവരെന്തായാലും അത് സ്കിപ്പ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റാങ്കിങ്ങിലേക്ക് നമ്മൾ ചാനൽ പെട്ടെന്ന് ഗ്രോത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ 5 മിനിറ്റുള്ള വീഡിയോക്കാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചത് 3000 മണിക്കൂർ വാച്ചിങ് ഓവേഴ്സ് കിട്ടിയത്. ഓക്കെ, 3000 മണിക്കൂർ വാച്ചിങ് ഓവേഴ്സ് കിട്ടിയത് 5 മിനിറ്റുള്ള വീഡിയോക്കാണ്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി വിശദീകരിച്ച് കാണിച്ചു. ഇതെന്തിനും ഇത്ര പ്രൂഫായിട്ട് ഫുള്ള് വിശദീകരിച്ചിട്ട് കാണിച്ചു തരുന്നത് എന്തിനാ വെച്ചാൽ തെളിവടക്കം ഞാൻ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണും 2 മില്യൺ വ്യൂസ് 11 hours ആക്കും. ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അത് തന്നെ. അപ്പോൾ എന്തായാലും അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ചെയ്തത്. ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, അത് ഓൾറെഡി പ്ലേ ലിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ താഴത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴത്ത് വേറെ പോവാം. ഇത് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ലൈവാണ്, 20 മിനിറ്റുള്ള ഒരു ലൈവാണ്. ഈ ലൈവിലും ഞാൻ ഓൾറെഡി ഇവിടെ 2 മിനിറ്റ് ഇതുണ്ട്. ഞങ്ങൾക്ക് ആ ലൈവിൽ ആകെ രണ്ട് ആൾക്കാരൊന്ന് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ചുമ്മാ ലൈവ് ഇട്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 മില്യൺ വ്യൂസ് 11 hours ആകും. ഇതേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി ഇത് ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുള്ളത്. ഇതെൻ്റെ ഫുൾ ചാനലിലോട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. 1 വർഷം മുമ്പല്ലോ വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ 1 വർഷമായിട്ട് ഞങ്ങൾക്ക് 4000 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. ഞാൻ ഇതിൽ ഒന്നിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സബ്സ്ക്രൈബർ കൂടിക്കൊണ്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് വ്യൂസ് വരുന്നുണ്ട്, റവന്യൂ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ജസ്റ്റ് റവന്യൂ വരുന്ന ചാനലാണിത്, അതൊന്നും ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാം. അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതേ ട്രിക്ക് ഓൾറെഡി എൻ്റെ ഈ ചാനലിലും ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചാനലിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് യൂമി ബ്ലോഗ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീഡിയോയിൽ ഞാൻ എന്താണ് ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് വാച്ചിങ് ഓവേഴ്സും വ്യൂസും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവരാൻ പറ്റും. അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ചാനലിൽ കയറാം. ചാനലിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഓൾറെഡി ഈ ചാനലിൽ ഓൾറെഡി ഇത് ഇന്നലെ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഞാൻ മുമ്പൊരു ഇതേപോലെ 500 സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് കൂടുതൽ ആ സമയത്ത് സബ്സ്ക്രൈബർ ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ അതിൽ 2 മില്യൺ സബ്സ്ക്രൈബർ എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് വ്യൂസിലേക്ക് മാറ്റിയത്. കാരണം എന്താണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ഒന്ന് മാറ്റാം കേട്ടോ. സബ്സ്ക്രൈബർ ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിൻ്റെ അപ്ഡേറ്റിൽ സബ്സ്ക്രൈബർ ആ സ്പോട്ടിൽ അവിടെ കാണിക്കുന്നില്ല, വെറും ലോഗോ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ സബ്സ്ക്രൈബർ എണ്ണം കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യാം, അറിയാത്തവർക്കെല്ലാം മനസ്സിലാവത്തില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വ്യൂസ് ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ടിക്കാണ്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 237K
വ്യൂസ് 1 day ആകുമെന്നാണ് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1 day ആകുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാനലിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ഞാൻ ഈ ട്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനൽ ഇരുന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമോ എന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാട്ടാ. എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വ്യൂസ് എത്രയുണ്ട് നോക്കാം. വ്യൂസ് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 2-3K വ്യൂസ് 1 day ആകുമെന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാം 2-3K വ്യൂസ് 1 day ആകും, ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് ഓൾറെഡി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. വേറെ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ താഴത്ത് പോവുക. ഇതിൻ്റെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേറെ വീഡിയോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇത് ഓൾറെഡി ഇപ്പോൾ ഞാൻ ഇന്നലെ മുമ്പ് ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒറിജിനൽ വ്യൂസ് കാണിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസിലും അങ്ങനെ ആയിരിക്കും കാണിക്കാം. ഓക്കെ, ഇതിൽ ഓൾറെഡി എൻ്റെ വീഡിയോസ് കൂടുതൽ കാണിക്കുന്നില്ല, ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണിക്കുന്നുണ്ട് 2-3K വ്യൂസ് എന്ന്. ഒറിജിനൽ വ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഫേക്ക് ആയിട്ടുള്ള വ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ട് വ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇടേണ്ടത് നിങ്ങൾ മിനിമം 5 മിനിറ്റും താഴെയുള്ള വീഡിയോസ് ഇട്ടാൽ മതി കേട്ടോ. കൂടുതൽ വലിയ ലോങ് വീഡിയോസ് ഇടരുത്. പെട്ടെന്ന് ഈ ട്രിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഒറ്റയടിക്ക് നിങ്ങൾ ഒരു വലിയ അരമണിക്കൂറുള്ള വീഡിയോസ് ഇടരുത്, ചെറിയൊരു 5 മിനിറ്റുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനലിൽ പോവുക. ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പെൻസിലിൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ടാവും കേട്ടോ. നിങ്ങളുടെ ചാനലിൽ പെൻസിലിൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഈ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചാനൽ വരും. നിങ്ങളുടെ ചാനൽ വരും. ചാനൽ വരുന്ന സമയത്ത് ആദ്യത്തെ ഇത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ ചാനലിൻ്റെ UTR നമ്പറാണ് കേട്ടോ. UTR നമ്പർ, പിന്നെ നമ്മളെ ചാനലിൻ്റെ ഇതൊന്നും ചെയ്യരുത്. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷൻ അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ആകെ ഈ ഒരു പെൻസിലിൻ്റെ ഐക്കണിൽ മാത്രമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതെവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പെൻസിലിൻ്റെ ഐക്കണിൽ മാത്രമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ പെൻസിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചാനലിൻ്റെ പേര് എഴുതിയിട്ട് കാണിക്കും. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഓൾറെഡി ഇന്നലെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് 14 ദിവസം. ഒരു പ്രാവശ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് ട്രൈ ചെയ്യരുത്. ഒരു പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ആഡ് ആവത്തില്ല. 14 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തെറ്റാത്ത രൂപത്തിൽ ഇവിടെ എന്തടിക്കുക, 2 നമുക്ക് ഇപ്പോൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മില്യൺ വ്യൂസ് 1 hour ago എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് അവിടെ സ്പേസ് ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടാൽ മതി കേട്ടോ. 2.k ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത്. ഓക്കെ, ഞാനിത് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാനലിൻ്റെ പേര്, അതിന് ശേഷം 7K എന്ന് കൊടുത്തു. അതിന് ശേഷം സ്പേസ് ഇട്ടു. അതിന് ശേഷം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന് ശേഷം കൊടുത്തിരിക്കുന്നത് വ്യൂസ് 1 day ആകും. അത്രമാത്രം കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ചാനലിൻ്റെ പേര്, അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് വലിയ ലോങ് ആണെങ്കിൽ കുറച്ച് ഷോർട്ടാക്കുക. ആ ചാനലിൻ്റെ പേര് വലിയ ലോങ് പേരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ശേഷം നിങ്ങൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ കൊടുത്ത അതേ കോപ്പി ചെയ്തിട്ട് കൊടുക്കണമെന്ന് ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 1.3K എന്ന് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 23K എന്ന് അടിക്കുക, 88K എന്ന് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 മില്യൺ എന്ന് അടിക്കുക. 1 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ M ഇടാം കേട്ടോ, M ഇടാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2K ഉണ്ടെങ്കിൽ 2 ഇട്ടിട്ട് അതിന് ശേഷം ഒരു K ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,00,000 വ്യൂസ് എന്നുണ്ടെങ്കിൽ ഒരു 100 അടിച്ചിട്ട് അതിന് ശേഷം ഒരു K ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ബെറ്റർ അതിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഓൾറെഡി 2.237K എന്നടിച്ചത് ഓൾറെഡി 2,37,000 വ്യൂസ് വന്നിട്ടുണ്ട് എന്നാണ് ഓൾറെഡി അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ ഐഡിയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ വ്യൂസ്
ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ചാനൽ സെർച്ച് ചെയ്ത് ചെയ്യുന്ന സമയത്തും ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ പോകുന്ന സമയത്തും നിങ്ങളുടെ വ്യൂസ് ഇതായിരിക്കും കാണിക്കുന്നുള്ളത്. ഈ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഈ വ്യൂസ് കണ്ടിട്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ഇപ്പം നമ്മളൊരു ചാനൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ സെർച്ച് ചെയ്തെടുത്തെന്ന് വിചാരിച്ചോ. സെർച്ച് ചെയ്തെടുത്ത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ ബാക്ക് പോകുന്നുണ്ട്. ചാനൽ ഓൾറെഡി ഞാനിപ്പോൾ എനിക്കൊരു സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് വേണമെന്ന് വിചാരിച്ചോ. മട്ടൺ സൂപ്പ് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ആദ്യം നോക്കുക എന്താണ്, ആദ്യം നോക്കുക വ്യൂസ് എത്രയുണ്ട് ഇതാ. വ്യൂസ് നോക്കിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്കിത് 1.6 മില്യൺ വ്യൂസ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അതെന്തെങ്കിലും ഉണ്ടാവുമല്ലോ ആ വീഡിയോ, അതുകൊണ്ടാണ് അത്ര വ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിനുശേഷം താഴത്തെ ഷോർട്സ് എല്ലാം നോക്കും നമ്മൾ. എന്നാലും താഴത്ത് ഏതെങ്കിലും സ്ക്രോൾ ചെയ്ത് പോയി എന്ന് വിചാരിച്ചു. സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ ഇവിടെ നമ്മൾ വ്യൂസ് നോക്കിയിട്ടായിരിക്കും ഒരു ചാനലിനെ നമ്മൾ അനാലിറ്റിക്സ് ചെയ്യുക, നോക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള ചാനലായിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആദ്യം വരിക, റെക്കമെൻഡേഷൻ ചെയ്യുക. യൂട്യൂബ് സെർച്ച് ലിസ്റ്റിൽ വരുന്നത് അങ്ങനത്തെ ചാനൽ, അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഇട്ട ആൾക്കാരതായിരിക്കും ആദ്യം കാണിക്കുന്നത്. ഒരു ആട്ടിൻ കാല് സൂപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഇവിടെ വ്യൂസ് കാണിക്കുന്നുണ്ടാവും. ഈ വ്യൂസ് കണ്ടിട്ടായിരിക്കും നമ്മൾ ഇപ്പം സിമ്പിൾ ചെറിയൊരു വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കത്തില്ല, അത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മൾ വ്യൂസ് കൊണ്ട് കാണേണ്ടത് കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ വ്യൂസാണ്, ഇതൊന്നും ഒരു ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത വ്യൂസ് അല്ല. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി കുറേ സബ്സ്ക്രൈബറും കുറേ മില്യൺ ഈ ഫുഡിൻ്റെ നല്ല ഇങ്ങനത്തെ അടിപൊളി ചാനലുകളെല്ലാം നല്ല അടിപൊളി റീച്ചിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പിന്നെ ഒന്നും പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല അടിപൊളി സൂപ്പറായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് ഫുഡിൽ നല്ല അടിപൊളി റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരെ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോൾ ന്യൂ ജനറേഷൻ വീഡിയോ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും ഇവരെക്കാളും ബെറ്ററായിട്ട് ചെയ്താൽ മാത്രമേ ഏറ്റവും കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ.